ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്യണമെന്നിട്ട് ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലൈക്ക് വീഡിയോസൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തും തൃപ്തിയാവാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഇതുവരെയായിട്ട് കുറേ ക്രാഫ്റ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതറിയില്ല, ഞാൻ കുറച്ച് ക്രാഫ്റ്റ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ക്രാഫ്റ്റൊക്കെ ഞാൻ ചെയ്തത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കടൽ ക്ലൗഡ് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പം ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. അതൊന്നല്ല, കുറേ സാധനമുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ കുറച്ച് സാധനങ്ങളും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റൊക്കെ കാണിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. പരിചയപ്പെട്ട് കാണിച്ചത്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വീഡിയോ അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് എനിക്ക് ഫോൺ കിട്ടിയത്. ഈ ബുക്ക് എൻ്റെ കയ്യിലുണ്ടായ സ്റ്റിക്കർ ബുക്കിൻ്റെ തന്നെ കിട്ടിയതുകൊണ്ട് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ABCD ഉള്ളതുണ്ട്. ഇതൊരു ചെറിയൊരു നോട്ട് പാഡാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു നോട്ട് പാഡ് എന്നാണ്. എനിക്ക് ഫോൺ കിട്ടിയതെന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പാണെന്നാണ്. നെക്സ്റ്റ് സാധനം നോക്കാം. പേപ്പർ സോപ്പുണ്ട്. ഇതിൽ കുറേ തരം ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ബാഗിലൊക്കെ പിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ 2 എണ്ണം ഉണ്ട്. ഇത് ഇപ്പോൾ ആണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ഇത് ചിത്രം വരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതിനോട് ഇത്ര ഭംഗിയില്ല. പിന്നെ ഇതേപോലെ തീ കൊള്ളിച്ച പേപ്പറില്ലേ, ഇതേപോലത്തെ ഇത് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയാണ്. ഇത് നമുക്ക് കോഫി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ ദിവസത്തെ ടു ഡു ലിസ്റ്റൊക്കെ നമുക്കിതിൽ എഴുതാൻ പറ്റും. ഇതുപോലത്തെ 2 എണ്ണം രീതിയിലുള്ളതാണ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ വേറെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കിയല്ല. ഇത് ഞാൻ ഇനുഷാജിനെ കണ്ടിട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ സ്റ്റിക്കി നോട്ട്സാണ്. ഇത്രയും ഉണ്ട്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും സാധനമായിരുന്നു. ഇതില്ല, ഇത്രയും സാധനം. പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൊണ്ട് പൗച്ച് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള നല്ലൊരു സാധനമാണ്. സോ ഇതൊക്കെ ഞാൻ ചെയ്തെടുത്താണ്. വേറൊന്നും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇന്നലെ സീക്രട്ട് കാർഡ് ഉണ്ടാക്കിയില്ലേ, അപ്പം ഇതിലാണ് ഇട്ട് കൊടുത്തത്. ഇതെന്തിനാന്നുള്ളത് ഞാൻ വയ്യേ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ബ്ലൈൻഡ് ബാഗൊന്നുമല്ല, ബട്ട് ഇതൊരു സീക്രട്ടാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ മാഷയിൽ തന്നെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് ബക്കറ്റാണ്. കണ്ടോ, നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഈ സൈഡ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഈ സൈഡ് വേസ്റ്റ് ഇടാം. ഈ സൈഡ് നിൽക്കിയാൽ ഈ സൈഡ് ഓപ്പൺ ആവും. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കാതെ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൽ ഞാൻ ചെയ്തൊരു സാധനമായിരുന്നു ഇത്. ഉണ്ടോ. പിന്നെ ഈ ഒരു സാധനം ഇതെന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ കടൽ ക്ലൗഡൊക്കെ തന്നെയാണ്, പക്ഷേ സ്കൂൾ ക്രാഫ്റ്റിൽ ഒന്നാണിത്. പിന്നെ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ പണ്ടേ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ആ സാധനം. പിന്നെ ഇത് എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഉണ്ടാക്കിയതാണ്. ബാക്കിലുണ്ടായിരുന്നു, അതിപ്പോൾ പൊട്ടിപ്പോയതുകൊണ്ട് വെക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ബാക്കിൽ എൻ്റെ സിസ്റ്റർ വേറൊരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഡയറി കണ്ടോ, ഈ ഒരു ഡയറി ഇത്രയും ഡെക്കറേറ്റ് ചെയ്തത് ഞാനാണ്, ഈ ഒരു പിങ്ക് ഡയറി. പിന്നെ ഇതുണ്ടാക്കിയത് ഞാനാണ്.
ഇത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതും ഉണ്ടാക്കിയ ഞാനാണ്. അത് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു നോട്ട്ബുക്കാണ്, മിനി നോട്ട്ബുക്ക്. പക്ഷെ ഇത് ഭയങ്കര മിനി ആയിപ്പോയി. പിന്നെ ഈ ഒരു മണി ബോക്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ എൻ്റെ വെറുതെ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും യൂസ്ഫുള്ളാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇല്ലെങ്കിൽ കുറേ മണീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചില്ലറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ചില്ലറ തന്നെ ആയിരിക്കും. എന്തൊക്കെയൊക്കെയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒക്കെ കിട്ടുന്ന വെച്ചാൽ പൈസ ഇട്ടുന്നതാണ്. കുറേ ബന്ധലാകുന്നുണ്ട്. തുറക്കാനൊക്കെ മടിയാണ്, എവിടെയൊക്കെ ഉള്ളതെന്ന് അറിയത്തില്ല. പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു സ്പൂൺ കണ്ടപ്പോൾ ഉണ്ടാക്കാൻ തോന്നി. ഇതേപോലെ ഇരിക്കുന്നത്, ഇതിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വെക്കാൻ പറ്റുന്ന പോലെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ പൊട്ടിയൊരു മിറർ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വെക്കാം, എന്തെങ്കിലും കിട്ടുന്നിടത്തോളം. പിന്നെ ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, ഫ്ലോപ്പായി പോയി. ഓ മൈ ഗോഡ്. പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. ഇതിപ്പോൾ കാണുന്നില്ല എന്താ സാധനമെന്ന്. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റല്ല കേട്ടോ, ഇത് നമ്മളെ ടാപ്പാണ്. ഇതേപോലെ ഡ്രിങ്കിൻ്റെ കുപ്പി നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇതേപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ടേബിള്. സോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പം അത്രയേ ഉള്ളൂ.